ഹൈ മക്കൾസ്, മോഡൽ എക്സാമിന് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നത്. അതായത് ഷോർട്ട് എസ് എ ഇമ്പോർട്ടൻറ്റ് ഷുവർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. സാറേ, മോഡൽ എക്സാമിന് വന്നത് തന്നെയാണ് പബ്ലിക് എക്സാമിന് വരുന്നത്. എടാ, അങ്ങനെ വരുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല, വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മോഡൽ എക്സാം പബ്ലിക് എക്സാമും തമ്മിൽ എന്തില്ല, മോഡൽ എക്സാമിന് ചോദിച്ച അതേ ക്വസ്റ്റ്യൻസ് തന്നെ മേ ബി ചോദിക്കാം, ചിലപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏകദേശം നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻസ് തന്നെ വരുള്ളൂ. നമുക്ക് നോക്കാം, എസ് എ ക്വസ്റ്റ്യനും ഷോർട്ട് എസ്സേയും ഏതാണ് ചോദിക്കാൻ മനസ്സിലായി. 7ാമത്തെ ചാപ്റ്റർ മുതൽ നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് ആദ്യം മുതൽ തന്നെ നോക്കാം. ഒന്ന്, മോഹൻജദാരം ടൗൺ പ്ലാനിങ്ങിനെ പറ്റിയിട്ട്. മോഹൻജദാരോ ആൻഡ് ടൗൺ പ്ലാനിങ്, ഇബ്നു ബത്തൂത്ത. ഇതെന്തായാലും നന്നായിട്ട് പഠിച്ചു വെക്കുക. ഈ മോഹൻജദാരോയുടെയും ഈ ടൗൺ പ്ലാനിങ്ങിനെ പറ്റിയിട്ട് നന്നായിട്ട് നോക്കിയേക്കണം. പിന്നെ 7ാമത്തെ ചാപ്റ്റർ നോക്കി കഴിഞ്ഞാൽ ഈ കൃഷ്ണദേവരായരുണ്ടല്ലോ, കൃഷ്ണദേവരായരാണ് ഏറ്റവും അടിപൊളി രാജാവ് വിജയനഗരത്തിലെന്നൊക്കെ പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് കൃഷ്ണദേവരായ ഇത്ര പ്രസിദ്ധനാവാനുള്ള കാരണം, അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റികൾ എന്തൊക്കെയാണ്, അത് നോക്കിയേക്കണം. അതുപോലെ തന്നെ ഒരു ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് നമ്മുടെ അവിടെ നടന്നത്, വിജയനഗരത്തിൽ നടന്ന കിങ്സ് ആൻഡ് ട്രേഡേഴ്സ്, അതായത് വ്യാപാരത്തെ പറ്റി. കുതിരച്ചെട്ടീസ് എന്നറിയപ്പെടുന്ന കുതിര കച്ചവടക്കാരുണ്ടായിരുന്നു, രത്നങ്ങൾ, മസ്കത്ത് എന്നറിയപ്പെടുന്ന തുപ്പാക്കി എന്നൊക്കെ പറയുന്നില്ലേ, പിന്നെ വസ്ത്രങ്ങൾ, ഇതൊക്കെ അവിടുത്തെ കച്ചവടമായിരുന്നു. പിന്നെ നമ്മൾ നോക്കിയേക്കണ അമരനായക, ഷോർട്ടസ്റ്റ് ആണ് അമരനായക. അമരനായക വലിയ മാർക്കിന് ചോദിക്കില്ല, ഒരു 2 to 3 മാർക്ക്, 3 മാർക്കിനായിരിക്കും ചോദിക്കുക. അതിലപ്പുറം എന്തില്ല, ചോദിക്കാൻ ചാൻസ് ഇല്ല. പിന്നെ മഹാനവമി ദിബ്ബയും നന്നായിട്ട് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ മോഡൽ എക്സാമിന് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഫോർട്ടിഫിക്കേഷൻ അല്ലേ. ഫോർട്ടിഫിക്കേഷൻ എന്താണ്? ഈ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതായത് കോട്ടകളെ പറ്റിയിട്ട് നോക്കണം. ഫോർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ കോട്ട, ഇത് മക്കൾ എന്ത് ചെയ്യണം, നോക്കി വെക്കണം. പിന്നെ അതുപോലെ തന്നെ ഒരു വൺവേടക്കായിട്ട് വന്ന സംഭവമാണ് സാക്രഡ് സെൻറ്റർ. പക്ഷേ കഴിഞ്ഞ വർഷം അതെന്ത് ചെയ്തിട്ടുണ്ട്, അതൊരു 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ പറയുന്ന പുണ്യകേന്ദ്രങ്ങൾ, വിത്താല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവമില്ലേ, പുണ്യകേന്ദ്രങ്ങൾ. ഇതാണ് ഈ ചാപ്റ്ററിലെ എസ് എ ഷോർട്ട് എസ് എന്നൊക്കെ പറയുന്നത്. ഇനി അത് 8ാമത്തെ ചാപ്റ്ററിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതൊരു 3 മാർക്കിന്, ഈ മോഡൽ എക്സാമിന് ഇത് 2 മാർക്കിനാണ് ചോദിച്ചത്. കുതുകഷ്ട ആൻഡ് പഹികഷ്ട, കുതുകഷ്ട പഹികഷ്ട. പിന്നെ ജിൻസി കാമിൽ വലിയ മാർക്കൊന്നുമില്ല, 2 മാർക്കിനാണ്. പക്ഷേ കാർഷിക കാലഘട്ടത്തിലെ സ്ത്രീകളുടെ പങ്ക് എന്തൊക്കെയാണെന്ന് എത്ര മാർക്കിന് ചോദിക്കാം, 4 മാർക്കിന് ചോദിക്കാം. മുഗൾ കാലഘട്ടത്തിലെ സ്ത്രീകളുടെ റോഡ്, വെറ്റില തോട്ടത്തിൽ കയറ്റിയിരുന്നില്ല. പിന്നെ അവർക്ക് ആർത്തവ ഘട്ടത്തിൽ അവർക്ക് എന്തില്ല, അല്ലെങ്കിൽ മെൻസ്ട്രൽ സമയം ഉണ്ടല്ലോ, പീരീഡ്സിൻ്റെ സമയം, ആ സമയത്തിൽ കാർഷിക ഉപകരണങ്ങൾ തൊടിയിപ്പിച്ചിരുന്നില്ല. അതൊക്കെ ആയിരുന്നു നോക്കണേ. പിന്നെ വരുന്ന വാട്ട് ഈസ് ജമ ആൻഡ് ഹസിൽ, ഇത് ഈ മോഡൽ എക്സാമിന് ചോദിച്ചാണ്, നമ്മൾ പറഞ്ഞതാണ് വരുമെന്ന്. പിന്നെ ഐനി അക്ബറിന്റെ ലിമിറ്റേഷൻസ്, പരിമിതികൾ എന്തൊക്കെയാണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് 9ാമത്തെ ചാപ്റ്ററിലോട്ട് പോകുമ്പോൾ, 9ാമത്തെ നോക്കുമ്പോൾ മുഗൾ അഡ്മിനിസ്ട്രേഷൻ്റെ ഫീച്ചേഴ്സ്, അതായത് മുഗൾ ഭരണ സംവിധാനത്തിൻ്റെ പ്രത്യേകതകൾ ചോദിക്കാം. പിന്നെ സാത്ത് എന്താണ്, സാവർ, ചെറിയ മാർക്കിനാണ് ചോദിക്കുന്നത്. പക്ഷേ 8 മാർക്കിന് 2020, അതായത് കൊറോണ കാലഘട്ടം ആയതുകൊണ്ടാണ് 8 മാർക്കിന് ആ ചോദ്യം ചോദിച്ചത്. പക്ഷെ എന്നാലും നല്ല മാർക്കിന് ചോദിക്കും. നമ്മുടെ ക്യാപിറ്റൽ സിറ്റി ആൻഡ് കോർട്ട് ഓഫ് ദി മുഗൾ പീരീഡും ഇത് നന്നായിട്ട് ചോദിക്കും. അക്ബർ നാമ, ബാദ്ഷാ നാമ. മക്കളെ, മോഡൽ എക്സാമിന് ചോദിച്ചിട്ടില്ല ഇത്. മോഡൽ എക്സാമിന് 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ടെങ്കിലും പബ്ലിക് എക്സാമിന് മെയിനായിട്ട് എസ് എയും ചോദിക്കാം, അല്ലെങ്കിൽ 4 മാർക്കിന് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാം. അക്ബർ നാമയും ബാദ്ഷാ നാമയും പഠിച്ചു വെക്കണം. ഇനി അത് 10ാമത്തെ ചാപ്റ്ററിൽ നോക്കുമ്പോൾ ഇവിടെ ജോട്ടേദാർമാർ ആരായിരുന്നു. പക്ഷെ മോഡൽ എക്സാമിന് ചോദിച്ച മറ്റൊരു സംഭവമുണ്ട്, പഹാരിയകളെ പറ്റി. പഹാരിയകളുടെ ജീവിത സാഹചര്യങ്ങൾ എഴുതുക. പഹാരികളുടെ ജീവിത വിശകലനം ചെയ്യുക. അവർ പയർവർഗ്ഗങ്ങളും തിനവിളകളും കൃഷി ചെയ്തിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവർ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷന്, പിന്നെ വനത്തിനുള്ളിലെ ഉൽപ്പന്നങ്ങൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങളില്ലേ, അത് ചിലപ്പോൾ സാന്താളുകളുടെയും ചോദിക്കാം. ഓക്കെ ആണല്ലോ. പിന്നെ ജോട്ടേദാർമാർ, പിന്നെ റൈറ്റ് വാരി, ഒരു എന്താ പറയുന്നത്, ടാക്സ് സിസ്റ്റം ഉണ്ട്, അതല്ലെങ്കിൽ നികുതി നിർണ്ണയങ്ങളുടെ അല്ലേ, നികുതി കാര്യങ്ങൾ, നികുതിനെ പറ്റിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അതായത് വ്യത്യസ്തമായിട്ടുള്ള നികുതി സമ്പ്രദായങ്ങൾ, അതാണ് റൈറ്റ് വാരിയും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ഏതാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, അത് നോക്കണം. ഇനി റിബൽസ് ആൻഡ് രാജിലി 1857 1ാം സ്വാതന്ത്ര്യ സമരത്തിന്റെ കാരണങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ ചിത്രങ്ങൾ, ഇമേജസ് ഉണ്ടല്ലോ, അത് പഠിച്ചു വെക്കുക. റിലീഫ് ഓഫ് ലക്നൗ, മിസ് വീലർ, അങ്ങനത്തെ കുറച്ച് കാൺപൂറിൻ്റെ അതൊക്കെ പറയില്ലേ. പിന്നെ നേതാക്കന്മാർ, ഓരോ സ്ഥലങ്ങൾ നേതാക്കന്മാർ ഏതൊക്കെ, അത് 4 മാർക്കിന് അല്ലെങ്കിൽ 1 വേർഡ് വരാം. അതായത് 4 മാർക്ക് എന്ന് പറഞ്ഞാൽ 4 സ്ഥലങ്ങൾ കൊടുക്കും. എന്നിട്ട് ഇവിടെയൊക്കെ നേതാക്കന്മാർ ആരൊക്കെയാണ്, ഈ നേതാക്കന്മാരെ കൊടുക്കും. ഇത് ഇവർ ഏത് സ്ഥലത്ത്, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഝാൻസി, അവിടെ ആരാണ്, റാണി ലക്ഷ്മിബായി. ഡൽഹി, അവിടെ ആരാണ്, ബഹദൂർ ഷാ. അപ്പം ഇങ്ങനെ കാൺപൂർ ചോദിക്കാം, ബീഹാർ ഉണ്ട്, അങ്ങനത്തെ കുറേ സ്ഥലങ്ങൾ. പിന്നെ അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. പിന്നെ മഹാത്മാഗാന്ധിയിൽ ഇവിടെ നിന്നാണ് എസ് എ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഇതാണ് എസ് എ ക്വസ്റ്റ്യൻ. ഇതാണ് എൻ്റെ പൊന്നുമക്കളെ, പഠിച്ചു വെക്കണം എസ് എ ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു കാര്യം കൂടി നോക്കണം, ഗാന്ധിയുടെ ആദ്യകാല സമരങ്ങളും നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റും പിന്നെ ഉപ്പ് സത്യാഗ്രഹമൊക്കെ പഠിക്കുമ്പോൾ എന്തുകൂടി പഠിച്ചു വെക്കണം എന്നറിയോ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. എന്തുകൂടി പഠിച്ചു വെക്കണം,
ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്നുകൂടി പഠിച്ചേക്കണം. ക്വിറ്റ് ഇന്ത്യ ഈ ഒരു മോഡൽ എക്സാമിന് എന്താ ചോദിച്ചത്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആയിരുന്നു, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ആ കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുക, നോക്കി വെക്കുക. ഇനി 13ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഈ മോഡൽ എക്സാമിന് ചോദിച്ചതാണ് ഈ ഇന്ത്യ വിഭജനം സ്ത്രീകളെ എങ്ങനെ ബാധിച്ചു. അതേപോലെ തന്നെ ഡയറക്റ്റ് ആക്ഷൻ്റെ നോക്കണം, ക്യാബിനറ്റ് മിഷൻ നോക്കണം, പിന്നെ നമ്മുടെ പാർട്ടീഷൻ്റെ സമയത്തുണ്ടായ ബാക്ക്ഗ്രൗണ്ട് പശ്ചാത്തലം. ഒരുപാട് കമ്മ്യൂണൽ വയലൻസ് നടന്നു, വർഗീയ കലാപം, ഒരുപാട് പേർ കൊല്ലപ്പെട്ടു, ഒരുപാട് പേർ റെഫ്യൂജീസായി, അഭയാർത്ഥികളായി. ഇത്രയും കാര്യങ്ങളാണ് മക്കളെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ ഏകദേശം നിങ്ങൾക്ക് ഒരു 20-25 മാർക്കിൻ്റെ മേലേക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ ആണല്ലോ, 30 മാർക്ക് തന്നെ വേണമെങ്കിൽ പറയാം. അടിപൊളിയായിട്ട് തന്നെ പഠിച്ചു വെക്കുക. അത്രയ്ക്ക് ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് എസ് എ ആൻഡ് എസ് എ ക്വസ്റ്റ്യനുകളാണ് ഇതെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. സെറ്റ് അല്ലേ? ഹാപ്പി അല്ലേ? താങ്ക്